കരൂരിൽ 41 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ CBI അന്വേഷണം. സുപ്രീം കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. പ്രത്യേക അന്വേഷണ സംഘത്തെയും സുപ്രീം കോടതി രൂപീകരിച്ചു. വിരമിച്ച ജഡ്ജിയായിരിക്കും അന്വേഷണത്തിൻ്റെ മേൽനോട്ട ചുമതലയെന്നും സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് തമിഴക വെട്ടിക്കഴകം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നും TVK ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. TVKയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന ആദവ് അർജുനെയായിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചത്. TVKയുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ട്. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന വിരമിച്ച ജഡ്ജിയെ ഉടൻ തീരുമാനിക്കുകയും ചെയ്യും. നേരത്തെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് TVK മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹൈക്കോടതി അത് അംഗീകരിച്ചില്ല. TVKയുടെ ആവശ്യം തള്ളിയ ഹൈക്കോടതി IGയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇതിനെതിരായിട്ടാണ് TVK സുപ്രീം കോടതിയെ സമീപിച്ചത്. കരൂർ ദുരന്തത്തിൽ ഏറെ പഴികേട്ട വിജയ്ക്ക് CBI അന്വേഷണം ആശ്വാസം നൽകുന്നത് തന്നെയാണ്. DMKയുടെ അറിവോടെയാണ് ദുരന്തം എന്നുള്ളതായിരുന്നു കരൂരിലേത് എന്നുള്ളതായിരുന്നു TVKയുടെ ആരോപണം. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു വിജയ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. സെപ്റ്റംബർ 27-നായിരുന്നു കരൂരിൽ വിജയുടെ റാലി ദുരന്തത്തിൽ കലാശിച്ചിട്ടുണ്ടായിരുന്നത്. ശനിയാഴ്ച തോറും TVK വിജയുടെ റാലി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ സെപ്റ്റംബർ 27 ശനിയാഴ്ച കരൂർ വേലുച്ചാമിപുരത്ത് TVK സംഘടിപ്പിച്ച റാലിയിലായിരുന്നു അപകടം വരുത്തിവെച്ചത്. വിജയെ കാണാൻ രാവിലെ മുതൽ വലിയ ജനക്കൂട്ടം വേലുച്ചാമിപുരത്ത് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്കാണ് വിജയ് പരിപാടിക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനകം തന്നെ ആളുകൾ തളർന്നു തുടങ്ങി. വിജയ് പ്രസംഗിച്ചു തുടങ്ങിയതോടെ ആളുകൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് വിജയ് പ്രസംഗം അവസാനിപ്പിക്കുകയും ആളുകൾക്ക് കുപ്പിവെള്ളം എറിഞ്ഞു നൽകുകയും ചെയ്തു. ഇതോടെ ആളുകൾ കുപ്പിവെള്ളം പിടിക്കാൻ തിരക്ക് കൂട്ടുകയും തിക്കിലും തിരക്കിലും പെടുകയുമായിരുന്നു. സംഭവത്തിന് തൊട്ടു പിന്നാലെ വിജയ് സ്ഥലത്തു നിന്ന് മാറി. സ്ഥലത്തുണ്ടായിരുന്ന പോലീസും TVK പ്രവർത്തകരും പോലീസും ചേർന്ന് കുഴഞ്ഞു വീണവരെ കരൂർ മെഡിക്കൽ കോളേജിലും സമീപത്തെ ആശുപത്രികളിലേക്കും പ്രവേശിപ്പിച്ചു. ആദ്യ ദിവസം 38 പേരാണ് മരിച്ചത്. അതിനിടെ കരൂർ ദുരന്തത്തിന് പിന്നാലെ TVK നേതാവും നടനുമായ വിജയ് NDAയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നതായി സൂചനകളും പുറത്തുവരികയാണ്. പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയാണ് വിജയ് മുന്നണിയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. വിജയുമായി എടപ്പാടി ഫോണിൽ സംസാരിച്ചതായാണ് ലഭിക്കുന്ന വിവരം. പൊങ്കലിന് ശേഷം തീരുമാനം അറിയിക്കാമെന്ന് വിജയ് പറഞ്ഞതായാണ് വിവരം. 2026-ൽ തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ DMKക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ വേണ്ടിയാണ് വിജയെ കൂടെ കൂട്ടാൻ NDA തീരുമാനിച്ചത് എന്നുള്ളതാണ് സൂചന. BJPയെ പ്രത്യയശാസ്ത്ര ശത്രുവായി പ്രഖ്യാപിച്ച് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത വിജയ് BJP പ്രബല ശക്തിയായ NDA മുന്നണിയിലേക്ക് ചേക്കേറുമോ എന്നുള്ളതാണ് തമിഴകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതിനിടെ കരൂർ സന്ദർശനത്തിൽ DGP G വെങ്കട്ടരാമനെതിരെ അസാധാരണ ഉപാധികൾ വെച്ചിരിക്കുകയാണ് വിജയ്. ആരും പിന്തുടരരുത് എന്നും സായുധ സംഘം ഒപ്പം ഉണ്ടാകണമെന്നും വിജയ് ആവശ്യപ്പെട്ടിട്ടുണ്ട്.